അതിലെ മണിയാ എന്റെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവല അതിൽ എല്ലാത്തിനുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, പടമുരുള്, ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ്. ഈ ഗ്രൂപ്പ് സോങ് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യും. ഞാൻ സ്മാർട്ടാണ്. എനിക്കറിയാം, പക്ഷെ എന്റെ മമ്മിക്കറിയാമല്ലോ. മമ്മി പറയുന്ന മണിക്ക് ഒന്നും അറിഞ്ഞൂടാന്ന്. മമ്മി അങ്ങനെ അതില്ല മണി ഞാനില്ലേ കുറച്ച് ലവ് ലെറ്റർ എഴുതില്ല. ലവ് ലെറ്റർ ഐ ലവ് യു ലവ്ലി മോൻ, ഐ ലവ് യു കുഞ്ചുമോൻ, ഐ ലവ് യു ബോബൻ, ഐ ലവ് യു ഇത് കുറയുന്നുണ്ടല്ലോ. അതില്ലേ 4 ആൾക്കാരെ നോക്കിയാലല്ലേ ഇവിടെ മമ്മിയുടെ മോള് തന്നെയാട്ടാ. അല്ല നിങ്ങൾ എന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? എന്നതാടി എഴുതി കൂട്ടുന്നത്? അതിന് മമ്മി പറഞ്ഞില്ലേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ തോമസ് കുട്ടി, ചാൾസ്, പ്രിൻസ് മൊട്ടേന്ന് കഴിഞ്ഞിട്ടില്ല. അന്നേരം അവിടെ ഒരു പ്രേമം. രാവിലെ ഒരുങ്ങി കെട്ടി വലിയൊരു പുത്തകത്തഞ്ചിയും ഭാര്യയൊക്കെ പോകും പള്ളിക്കൂടുതലോട്ടാന്ന് പറഞ്ഞ് നിനക്ക് വല്ലതും പഠിക്കത്തില്ലായിരുന്ന സമയം കളയാതെ. നിന്റെ ഒരു ലവ് മറ്റൊരു സമയം കളയാതെ വല്ലതും പഠിക്കണേ. അതില്ലേ പഠിക്കട്ടെ, ഞാൻ ഇംഗ്ലീഷ് പഠിക്കട്ടെ. ഇംഗ്ലീഷ് അപ്പം മമ്മി എനിക്ക് 4 പരീക്ഷ. മമ്മി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അല്ലല്ല നീ എന്താ പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേന്ന്, ശല്യപ്പെടുത്തില്ലേന്ന്. ഇംഗ്ലീഷ് വല്ലതും പഠിക്കണ സമയം വരെ കിട്ടാതെ. ഞാൻ പഠിക്കട്ടെ മമ്മി. വായിച്ചാ നീ ഒന്ന് വായിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് എന്ന് പറഞ്ഞാലേ മൈ എന്ന് പറഞ്ഞാൽ എന്റെ, ഹെഡ് എന്ന് പറഞ്ഞാൽ തല. മൈ ഹെഡ് എന്ന് പറഞ്ഞാല് എന്റെ തല. ഇപ്പോഴും എനിക്ക് എല്ലാം മനസ്സിലായി. എനിക്ക് ഇത്ര നേരം ഒന്നും മനസ്സിലായില്ലായിരുന്നു. മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ മമ്മിയുടെ തല, മമ്മിയുടെ തല. ഇത്രയും കൂടെ ഞാൻ മടുത്ത് പോവാണ്. മൈ ഹെഡ് എന്ന് പറഞ്ഞാല് എന്റെ തല. മൈ ഹെഡ് എന്റെ തല. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. ടീച്ചർ പറഞ്ഞു അത് ടീച്ചറിന്റെ തലയാണ്, മമ്മി പറയുന്നു മമ്മിയുടെ തലയാണ്. ആരെങ്കിലും ഒന്ന് തീരുമാനിക്കുക പ്ലീസ്. മൈ ഹെഡ് എന്ന് പറഞ്ഞാല് നിന്റെ തല, നിന്റെ തല. ഇപ്പൊ മമ്മി അല്ല ടീച്ചർ അല്ല, നീ കൂടെ വന്ന് അതില്ല. നിന്റെ തലയും കൂടെ പഠിക്കണം. മൈ ഹെഡ് നിന്റെ തല, മൈ ഹെഡ്. ഇത്രയും കൂടെ ഞാൻ മടുത്തു പോവുള്ളൂ. മോശേട്ട മൂതി ഒന്നും പഠിക്കാനും കഴിയില്ല. ഇങ്ങനെ നടക്കുമല്ലേ. ഇവിടെ ആക്കരി ഞാനും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാൻ. നമ്മുടെ കിങ്ങിണി മോക്ക് എന്തൊക്കെയാ കഴിവ്. പാട്ട്, ഡാൻസ് ആണെങ്കിൽ എന്തൊക്കെയാ. മോഹിനിയാട്ടം, ഭരതനാട്യം, ഓട്ടംതുള്ളല്, തിരുവാതിര. ഇനി എല്ലാരും കൂടെ കൂടി ഒരു ആട്ടം ഉണ്ടല്ലോ ഇവിടെ. കൂടിയാട്ടം. കൂടത്തിൽ അല്പം അഴിഞ്ഞാട്ടവും. നമുക്ക് അഡീഷൻ ഒന്ന് ശരിയാക്കിയാലോടാ. ഇവിടെ എന്നാ കുന്തവേലോ അവിടെ. ഇവിടെ ഇവളാണ് സരസമ്മയുടെ കീഴിലല്ലേ ഇപ്പൊ ഡാൻസ് പഠിക്കുന്നത്. നമുക്കേ ഇവക്ക് മറ്റേ ആ ഇല്ലിക്കൽ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു ഓട്ടം തുള്ളലുകാരനുണ്ടായിരുന്നല്ലോ, അവന്റെ പേരിന് ഏതോ ഒരു പണിക്കരൻ, ദീപക് പണിക്കർ. അവന്റെ അടുത്ത് തന്നെ നിങ്ങളെ ഓട്ടം തുള്ളൽ പഠിപ്പിക്കാൻ. നമുക്ക് പിന്നെ ആ ഭാവാഭിനയത്തിന് മറ്റേ ആ ഒരു നായരുണ്ടല്ലോ, ഒരു ചാകൂട്ടിയുള്ള ഒരു നായരൻ, ആ ചാന്ദ്ര നായരൻ. മിടുക്കന. ഭാവാഭിനയത്തിന് ഇത്രയും മിടുക്കന്മാര് വേറെ ആരുമില്ല. പിന്നെ മോഹിനിയാട്ടത്തിന് ആ കോലടി തന്നെ വേണം. മറ്റേ ആ ജാനകി ഉണ്ടല്ലോ, അവരെ തന്നെ വിളിക്കണം. ഇത് തിരക്കാത്ത കേട്ടെ. പിന്നെ നമുക്കുള്ള മറ്റേ ആ കലാഭവൻ രശ്മിയോ കലാഭവൻ മിനിയോ ഒക്കെ, അവരൊക്കെ ഇപ്പേ പാട്ടും ഡാൻസും ഒക്കെ നിർത്തി സീരിയലിലാണ് കേട്ടെ. എന്താ ഗമ അവർക്കൊക്കെ സീരിയലിൽ കേറിട്ട്. എനിക്ക് മണി എനിക്ക് വേണേ സീരിയൽ പോകത്തില്ലാണ്ടല്ലോ. എടാ നീ എന്തായാലും ഉണ്ടല്ലോ ആ അഡീഷന്റെ കാര്യം ശരിയാക്കാം. നീ പോയി പ്രാക്ടീസ് ചെയ്യും.